ഗൈസ്, ഞാൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് എൻ്റെ അമ്മയുടെ ചേട്ടന്മാരുടെ മക്കളാണ്. അപ്പം ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മാങ്ങ അരിഞ്ഞ് വെച്ചേക്കാണ്, നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. വാ. അപ്പോൾ ഗൈസ്, നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്. നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വേണം. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ വന്നത് കളിക്കാനാണ്. നമ്മൾ ശനിയാഴ്ച ആകുമ്പോൾ പോകും. ഡേ ഇൻ മൈ ലൈഫാണ്. അല്ല, ശനിയാഴ്ച പോകും. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം രാവിലെ പല്ല് വെച്ചൊന്നും എടുത്തില്ല, മറന്നുപോയി കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ വീട്, കണ്ടോ. 3 പേരുണ്ട്. 2 ലേയും ഞാനും ചേച്ചിയും അനിയത്തിയും. ഇവർ 2 പേരും അമ്മയുടെ മൂത്ത അച്ചാച്ചൻ്റെ മക്കൾ. പിന്നെ ഒരു മൂത്തന് അച്ചാച്ചനുണ്ട്. ആ അച്ചാച്ചൻ്റെ മക്കൾ അവരുടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്ട് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ മരം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താപ്പോട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, ഓരോരുത്തരായി ഇറങ്ങുകയാണ്. ഞങ്ങൾ വിചാരിച്ചു മാങ്ങയൊക്കെ അരിഞ്ഞ തണലത്തോട്ട് പോയി ഇരുന്നാണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാന്ന്. പക്ഷെ എന്താ അരിയനെ? അത് വേണ്ട, നമുക്ക് ഇങ്ങോട്ടേക്ക് അതുണ്ട്, ഇങ്ങോട്ടേക്ക് ആക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഇപ്പം നമുക്ക് ഇറങ്ങാം. ഇറങ്ങിക്കോ, ഞാൻ വരാം. ചേച്ചി ഒറ്റ ചാട്ടത്തിന് പോകും കേട്ടോ. അപ്പം ഞാനും ഒന്നും ചാടി നോക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഭയങ്കര പാടാട്ടോ. ഞാൻ ഈ അനങ്ങാതെ വരാം. ക്യാമറ നോക്ക്. ലയ അവിടുന്ന് ഇറങ്ങി വരും കേട്ടോ. കുറച്ച് പാടാ. നമുക്ക് ഇവിടെ അങ്ങോട്ട് കയറാം. ഈ ഒരു കയറ്റം കയറണം ഗൈസ്. അപ്പം കമോൺ, ലെറ്റ്സ് ഗോ. പതിയെ അനക്കാതെ കൊണ്ടുപോകണം. പതിയെ കയറിപ്പോയാൽ മതി. ഗൈസ്, ഇവിടെ കമ്പൊക്കെ ഗൈസ്, അവിടെ വിശപ്പും ഉണ്ട് കേട്ടോ. ഇവരങ്ങനെ അധികം വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാറില്ല. ഇവര് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ വരുന്നതെന്ന്. ഇത് നോക്കിക്കേ, വിശപ്പൂണോ അല്ലേ ഇത്? നമുക്ക് അങ്ങോട്ടൊന്ന് നടക്കാം. ഇതെന്ന് പറയുന്ന സ്ഥലം വലിയൊരു സ്ഥലം. കുറേ റബ്ബറും തോട്ടം, നല്ല തണലാട്ടോ എൻ്റെ അകത്ത്. പക്ഷേ മരം മുറിച്ച് കളഞ്ഞു. എന്തിനാന്ന് പറഞ്ഞാൽ ഭയങ്കര വളർന്നുകൊണ്ടായിരിക്കും. കൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കിക്കേ, കണ്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ടോ ഗൈസ്, നല്ല വ്യൂ കണ്ടോ. നോക്കിക്കേ, അങ്ങോട്ട് പോയി എടുത്ത്. ഇതെന്നെക്കാട്ടി മൂത്തതാട്ടോ. 8ലാണ്, ഞാൻ ഇനി 6, ഇവളിനി 1, അവനിനി 2 മറ്റേ 2 പേരുണ്ട്. അവർ ഞങ്ങളെക്കാട്ടി കുഞ്ഞതാട്ടോ. ഒരാൾക്കിനി എത്ര 3 വയസ്സാവാറായി ഇളയതിന്. മൂത്തതിനി 3ലോട്ടാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം അധികം എത്തി. നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് അടിച്ചാലോ? അവിടെ ആയിരുന്നു പൊട്ടക്കിണർ. അവിടെ ഒരു പൊട്ടക്കിണറുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും അമ്മ വിടത്തില്ല. ഇല്ല, ഇപ്പം മൂടിയോ? പക്ഷെ നമ്മൾ വീണാലോ? കുഴപ്പമില്ല, മണ്ണിട്ടല്ലേ മൂടിയത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കേ വലിയ ഇങ്ങനെ സ്റ്റാൻഡില്ല, കുഞ്ഞൊരു ഇതാണ്. അപ്പോൾ അതിലാണ് ഞാൻ എടുക്കുന്നത്. നല്ലോണം അനങ്ങും. മാത്രമല്ല മൈക്കൊന്നും ഇല്ല. അപ്പോൾ അതാണ് ഭയങ്കര സൗണ്ടിൽ പറയണം, എന്നാലേ നിങ്ങൾക്ക് അവിടെ കേൾക്കൂ. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ രാവിലെ ഇഡ്ഡലിയും കടലക്കറി കേട്ടോ വെച്ചാൽ അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നപ്പോൾ ഞാൻ ഓർത്ത് നമുക്കൊരു വീഡിയോ എടുത്താണ്. അപ്പം തന്നെ എടുത്തേ കേട്ടോ. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എടുത്തോളാം. വേണ്ട ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കാണാമെന്നുള്ളൂ. ഉണ്ടോ തേനീച്ചക്കൂട്? വളർത്തുന്നതാണോ? ആര് വളർത്തുന്നേ? അവിടുത്തെ ആൾക്കാർ. നമുക്ക് തിരിച്ചു പോവാം. നമുക്കേ വീട്ടിൽ പോയിട്ട് വെയിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു തണലുണ്ട്. നോക്കിക്കാൻ നല്ല രസമല്ലേ? അവിടുന്ന് അങ്ങോട്ട് പോകണം, നല്ല രസം കേട്ടോ. ഇവിടെ അക്കരമലയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോ ഇടായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ചെറുതായിട്ട് വ്യൂസൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും വ്യൂസ് കൂട്ടണം.
നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്സൊക്കെ കൂടുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ പോവുകയാണ്. നമ്മൾ ഇവിടെ മരം കാറ്റടിച്ച് വീണത് മുറിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഇതിനി ക്രോസ് ചെയ്ത് ഇനി അപ്പുറം കിടക്കണം. ഇതാണ് ഭയങ്കര പാടാണ് കേട്ടോ. ഒരുവിധം ഞാനിങ്ങെത്തി. കണ്ട അയ്യോ നല്ല രസമാട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഞ്ഞായിരുന്നു. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഓർത്തെടുക്കാം. ഇപ്പോൾ 10 മണി കാണും. ഗൈസ് ഇവിടെ മാങ്ങ അരി കേട്ടോ. നമ്മൾ ഒരെണ്ണം ഇവിടെ സെറ്റാക്കി. പിന്നെ നെക്സ്റ്റ് ഞാൻ സെറ്റാക്കിയതാ. പിന്നെ ഒരു കുപ്പി ടാങ്ക് വെള്ളം കൂടെ നമ്മൾ സെറ്റാക്കി. ഗൈസ് ഇയാളുടെ കയ്യിൽ വെള്ളം, ഇയാളുടെ കയ്യിൽ ടാങ്ക് വെള്ളം, ഇയാളുടെ കയ്യിൽ അവിടെ സ്പെഷ്യൽ മാങ്ങ. ഗൈസ് നമുക്ക് പോവാം. കമോൺ ലെറ്റ്സ്. നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഇപ്പം നല്ല എല്ലായിടത്തും തണലേക്കണം. പക്ഷെ നമ്മൾ പോയി ഇരിക്കുമ്പോൾ നല്ല വെയിലായിരിക്കും. നമുക്ക് ഇവിടെ ഗൈസ് ഒരു കയറ്റമാട്ടോ. പകുതി എത്തുമ്പോഴാണ് നമ്മുടെ സ്ഥലം സ്പോട്ട്. ഇവിടെ മേപ്പോട്ടൊക്കെ നല്ല രസം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ക്യാമറ ചെറുതായിട്ടൊക്കെ ടാങ്ക് വെള്ളത്തിനാട്ടോ എല്ലാം കൂടെ വരുന്നത്. നോക്കിക്കേ കണ്ടോ അവിടെ കാണാൻ. ഞാൻ ഇച്ചിരി കൂടെ ബാക്കിലോട്ട് പോയി നോക്ക്. ഇതിലത്ര ക്യാരറ്റ് ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. നമ്മൾ നേരത്തെ പോയ സ്ഥലത്തൂടെ തന്നെയാണ്. ഇവിടെ ഒരു കമ്പുണ്ട്. നമുക്കിന്ന് നല്ല നിന്നോ. നമുക്കിനി ഒരു സ്പോട്ട് കണ്ടുപിടിക്കാം ഇരിക്കാൻ. ഇവിടെ ഇരിക്കാം. അങ്ങോട്ടൊക്കെ വെയിലാവും കേട്ടോ. നമ്മൾ ഇവിടെ ഇരിക്കാൻ നേരത്തി എന്താണ് അതൊക്കെ അവിടെ തന്നെ വെച്ച തറയിലോട്ട്. ഞാൻ ഒന്ന് ഇരിക്കട്ടെടാ. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാൻ പോട്ടോ. എല്ലാം സെറ്റാണ്. നമുക്കൊരു മാങ്ങ കഴിക്കാം. ഇത് ഏകദേശം ഒരു പഴുത്ത മാങ്ങയാണ്. ഒരു മാങ്ങ പോലും തിന്നില്ല. എല്ലാവരും വെള്ളം കുടിച്ചു തുടങ്ങി. എല്ലാവർക്കും ടാങ്ക് വെള്ളം മതി. ഇതിൽ ഏകദേശം പഴുത്ത് വരും കേട്ടോ മാങ്ങ. അതുകൊണ്ട് നല്ല മധുരമോ പുളിയും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും ഒരു സുഖം. ടാങ്ക് വെള്ളമാണ് അടിപൊളിയല്ലേ. അത് പോവും വെച്ചില്ല. ടാങ്ക് വെള്ളം കുടിക്കാം. ഇവിടെ നല്ല തണുപ്പുണ്ട്. മരമൊക്കെ ഉണ്ടായിക്കൊണ്ട്. അവിടെ അങ്ങ് ഒന്നുമില്ല. അവിടെ തന്നെ കണ്ട വേഗം കണ്ട ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. നോക്കിക്കേ. ടാങ്ക് വെള്ളം പെട്ടെന്ന് തന്നെ തിരില്ലേ മതി. ഞാൻ പച്ചാള് ആദ്യം മാങ്ങ കഴിക്കുമ്പോൾ ഒരു എരി കാണും. പിന്നെ കഴിച്ചോണ്ടങ്ങിരിക്കും. ഒരു ദിവസം ഞങ്ങൾ ഇതിൻ്റെ കൂടെ ലേസ് ഇട്ട് കഴിച്ചാ കേട്ടോ. നല്ല വെള്ളം നല്ല വെള്ളം. ഇതും തിരിച്ചടിയോ. ഇതുണ്ടോ കായൊക്കെ നോക്കിക്കോ. ഉണ്ടോ എന്തോ കാട്ടിലെന്തോ വളരുന്ന ചെടിയായിരുന്നു. തിന്നുകയാണെങ്കിൽ പറിച്ച് കഴിക്കായിരുന്നു. ഓ ഗൈസ് നല്ല എരിയുണ്ട്. അത് നോക്കിക്കേ. നോക്കാം ഗൈസ് വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കുന്നു. ആദ്യം കാണാമോ കയ്യിലാക്കി. ഓരോരുത്തരുടെ പേര് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വേണം. ഇവൻ്റെ പേര് ആൽബിൻ, ചേച്ചിയുടെ പേര് അലീന, ഇവളുടെ പേര് ലേയ, എൻ്റെ പേര് നിയ. എൻ്റെ പേര് ഞാൻ പറഞ്ഞതാണ്. അതാണ് ഫിനിഷായി. അയ്യോ കംപ്ലീറ്റ്ലി അത് തീർന്നു.
കൊള്ളല്ലേ ഇവിടെ നിന്ന് കഴിക്കാൻ? ചൂടില്ല അധികം, ചൂടും തണുപ്പും കൂടെ മിക്സ്. ഒരു നോർമലാ, ചൂടും തണുപ്പും എല്ലാം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖം, ഇരുന്നോണ്ട് പോകും. നമുക്ക് കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി നടക്കാം. നമുക്ക് അങ്ങൊക്കെ എന്താ അയ്യോ വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ. ഗൈസ് നമ്മൾ തിരിച്ചു പോവാണേ. അയ്യോ ക്ഷീണിച്ചിനി കുറച്ചു നേരം കാറ്റത്ത് കിടക്കാം.